ഇത് പുള്ളിയുടെ ഡ്യൂപ്പല്ല കേട്ടോ, ഞാൻ എൻ്റെ ഡ്യൂപ്പാ പുള്ളി. ഞാൻ വന്നതിന് ശേഷം പിന്നെ ഇതല്ല രസം. എൻ്റെ വീട്ടിലും വേറെ ഉണ്ട് ബഹ്റമാര്. എൻ്റെ അമ്മ ബഹ്റിയ, എൻ്റെ ഒരു അനീതി ബഹ്റിയ, പിന്നെ എൻ്റെ നേരെ മൂത്താള് ബഹ്റിയ. ഞങ്ങളെല്ലാവരും ഒരേ ഷേപ്പാ. എൻ്റെ അമ്മക്ക് ഇതേ ഷേപ്പാ. പുള്ളി കേൾക്കണ്ട, ഇതേ ഷേപ്പ്. ഇതിനേക്കാളും എന്തോരം മൂത്ത എൻ്റെ അമ്മ. അത് വളരെ ശരിയാണ്. ഞാൻ അതിന്റെ ഫാമിലിക്കൊക്കെ അറിയാട്ടെ എന്നാ. ഞാൻ 2 മണിക്കൂർ പുള്ളി ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. പുള്ളി ചെന്ന ഉടനെ ചോദിച്ചില്ലേ ഇത് എന്റെ ഇരട്ടി? അല്ല, ഇതിപ്പോ ആരെ ഇന്റർവ്യൂ ചെയ്തത് മറ്റുള്ളവർക്ക് അറിയില്ല. ഞാനാണ് ബഹ്റ, പുള്ളിയാണ് ബഹ്റ എന്നറിയില്ല ചേട്ടാ. ആ പോലീസ് ഭാഷയായിട്ട് അങ്ങനെ ഭാഷ സംസാരിക്കുക, മറ്റത് ബഹ്റ. എന്തൊരാഗ്രഹം. പക്ഷെ എന്നാലും അങ്ങനെ ഒരു ഇന്റർവ്യൂ നടന്നിട്ടുണ്ട്. 2 മണിക്കൂർ ചെയ്തു. പക്ഷേ ഇന്റർവ്യൂ ടൈമിന് പുള്ളിയായിട്ട് സംസാരിച്ചതും ഫ്രീ ടൈമിൽ സംസാരിച്ചതും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. പുള്ളി ഇവിടുത്തെ അറിയപ്പെടുന്ന ഒരു ഗുണ്ടനെ വീട്ടിൽ കൊണ്ട് നിർത്തിയിട്ടുണ്ട് നന്നാക്കാൻ. അദ്ദേഹം ഭയങ്കര ജെന്യൂൻ ആയിട്ടുള്ള മനുഷ്യനാണ്. ഇത് ദുരന്തം. ഈ ദുരന്തത്തിന്റെ നമ്മുടെയൊക്കെ വീട്ടിൽ പലപ്പോഴും ഉപയോഗിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ നീ ദുരന്തമാണല്ലോ എന്നുള്ളത് ആ ഒരു സിനിമ എല്ലായിടത്തും ഉണ്ടാവും. ഇതുപോലത്തെ ഒരാള് എല്ലായിടത്തും ഉണ്ടാവും. എനിക്ക് വന്ന സിനിമകൾ വെള്ളിമൂങ്ങ, ദുരന്തം, കരിങ്കണ്ണൻ, പോത്തുംതല എല്ലാം ഇങ്ങനത്തെ വരുള്ളൂ. കാരണം അതിന് വേറൊരു കാര്യം അറിയാമോ, നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അറിയാമോ, നമ്മൾ റോഡിൽ പോകുമ്പോൾ ഒരു വണ്ടി അടിച്ച് ആൾ കൂടി നിൽക്കണം, ചെന്ന് നോക്കിയിട്ട് വല്ലതും പറ്റിയ ഒരു കുഴപ്പമൊന്നുമില്ല, എന്നിട്ട് പോരും ആൾ സീരിയസ് കൊണ്ടിട്ടോ. ഇതാണ് നമ്മൾ അത് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് ഈ ക്യാരക്ടർ ഇഷ്ടപ്പെട്ടത്. ദുരന്തം ഇഷ്ടപ്പെട്ടു. ഇനി ഒരു പരിചിതനെ പോലെയാണല്ലോ ഈ നിപ്പ്. ആ ഒരു എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല അതൊരു നിപ്പ്. ആ മുണ്ടിന്റെ ഇതിങ്ങനെ വെച്ചിട്ട് ആ സൈഡിൽ കൂടെ നോക്കുന്നത് എന്താണിത്? ഇതിനകത്ത് എന്താണെന്നറിയാമോ, ഇത് നമ്മൾ ആ സിനിമയുടെ ഹ്യൂമർ പോർഷൻ എഴുതിയേക്കണ ഞങ്ങളാ. വെള്ളിമുങ്ങ എന്ന് പറഞ്ഞ സിനിമയുടെ ഹ്യൂമർ ചെയ്യാനായിട്ട് 1.5 മാസം സ്ക്രിപ്റ്റ് വെച്ച് വർക്ക് ചെയ്ത് ഞങ്ങളാ. അപ്പം എൻ്റെ ക്യാരക്ടർ എനിക്ക് പൊലിപ്പിക്കാൻ പറ്റി, എല്ലാ രീതിയിലും നമുക്ക് പറ്റി. അതുകൊണ്ട് പിന്നെ ഇത്രയും നാൾ ഇവരായിട്ട് പരിചയമുണ്ട്. പുതിയതായിട്ട് സിനിമ അഭിനയിക്കാൻ ചെന്ന ഒരു ഇതുമില്ലായിരുന്നു, നമുക്ക് എല്ലാവരും പരിചയമുള്ളേ. ഇപ്പൊ ഫ്രീ ആയിട്ട് ചെയ്യാനും പറ്റി. പ്രതിഭ എന്ന് പറയുന്ന സിനിമ തിയേറ്ററിലേക്ക് വരികയാണ്. സിനിമയിലേക്ക് പോവാം. ഇത്ര നേരം കേസും കാര്യങ്ങളും പറഞ്ഞിട്ട്. പ്രതിഭ ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞ സിനിമ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഈ നാട്ടിൻപുറങ്ങളിൽ നിന്നൊക്കെ ട്യൂട്ടോറിയൽ കോളേജ് കണ്ടിട്ടുണ്ടോ, പഠിച്ചിട്ടുണ്ടോ ട്യൂട്ടോറിയൽ കോളേജിൽ? ഇല്ല, പക്ഷേ കോളേജിലൊക്കെ പഠിച്ചിട്ടുണ്ട്. പിന്നെ കേട്ടിട്ടൊക്കെ ഉണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പോയിട്ടില്ലെന്നേ ഉള്ളൂ. എനിക്ക് ട്യൂട്ടോറിയലിൽ പോകേണ്ടി വന്നില്ല. എനിക്ക് ഭയങ്കര മാർക്കായിരുന്നു. അല്ല, മാർക്കുള്ളവരല്ല, ഇത് ട്യൂഷനും ഉണ്ട് അവിടെ തന്നെ. ട്യൂഷനും ഇല്ല. പ്രതിഭ ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് രാവിലെ ഒരു 8:30 വരെയും പിന്നെ ഒരു 9:00 വരെ ഓരോ ബാച്ചിന് ട്യൂഷൻ ക്ലാസ്. അത് പോയി കഴിഞ്ഞാൽ പിന്നെ 10ാം ക്ലാസ് തോറ്റവർ വരും. ഇത് കഴിഞ്ഞ് ഈവനിങ് ഇതുപോലെ തന്നെ ഓരോ ക്ലാസ്സിനും ട്യൂഷനാണ്. അങ്ങനെയാണ് ട്യൂട്ടോറിയൽ കോളേജ്. ഞാൻ പഠിച്ച ട്യൂട്ടോറിയൽ കോളേജിൻ്റെ പേരും പ്രതിഭ ട്യൂട്ടോറിയൽ കോളേജ് എന്നാണ്. അതൊരു കാരണം. പിന്നെ ഈ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സംഭവം ഒരു കാരണവർ തുടങ്ങി വെച്ചതാണ്. അവരുടെ മക്കൾ ഇത് വീണ്ടും കൊണ്ടുവരാൻ ശ്രമിക്കുന്നതും അതിൻ്റെ ഫൈറ്റും ഇത് നിലവിലേക്ക് കൊണ്ടുവന്ന് ഇത് വിജയിപ്പിക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളും എൻട്രൻസ് കോച്ചിങ് ക്യാമ്പൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്, ഈ പറഞ്ഞ ട്യൂട്ടോറിയൽ കോളേജിൻ്റെ ഉള്ളിൽ.